ഖത്തർ ഇന്ത്യയിൽ നിന്നും പണി എരന്ന് വാങ്ങുന്ന ലക്ഷണമാണ് ചില ഡെവലപ്മെൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ പലരോടും ചോദിച്ചു, പല ആൾക്കാരും പറഞ്ഞു, എന്താണ് കഴിഞ്ഞ 7-8 മാസമായിട്ട് ഖത്തർ ഗവൺമെൻറ് അൺഡിക്ലെയർഡ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്കെതിരെ. അച്ചായൻ വെറും തള്ള അച്ചായൻ ഒന്നും ഒഫീഷ്യലി പറയില്ല, അൺഒഫീഷ്യലി അൺഡിക്ലെയർഡ്. ഞാൻ അവിടെ വിളിച്ചു, ഞാൻ ഒബാമനെ വിളിച്ചു, ഞാൻ ട്രംപിനെ വിളിച്ചു, ഞാൻ ജോ ബൈഡനെ വിളിച്ചു, ഞാൻ നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ചു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പുറത്തോട്ട് ആരും പറയരുത്. ഇതാണ് അച്ചായൻ്റെ ഒരു സ്റ്റാൻഡ്. എല്ലാം അൺഡിക്ലെയർഡ് അവിടെ. അച്ചായനെ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ അത് അയാൾ തന്നെയാണ്. എന്തായാലും അച്ചായനെ കണ്ട അപ്പം എനിക്ക് പോർക്കിന് ഓർമ്മ വരും. അത് അച്ചായൻ അങ്ങനെ ആയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. അച്ചായൻ കഴിഞ്ഞ ദിവസവും കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആലുവ മാർക്കറ്റിലാണോ അങ്കമാലി മാർക്കറ്റിലാണോ എനിക്ക് ഓർമ്മയില്ല, അവിടെ പന്നിനെ അച്ചായന്മാർക്ക് വിൽക്കാൻ സമ്മതിക്കുന്നില്ല മുസ്ലിങ്ങൾ. അൺഡിക്ലെയർഡ് അവിടെയും എല്ലായിടത്തും അൺഡിക്ലെയർഡാ. അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടുത്തെ എന്താ പറയുക, അച്ചായന്മാർ, അതായത് പന്നി വിൽക്കുന്ന ആൾക്കാരെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ദൂരത്ത് കൊണ്ടിട്ട് പന്നി വിൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് അച്ചായൻ്റെ കണ്ടുപിടുത്താ, ഭയങ്കര കണ്ടുപിടുത്താ. അപ്പം മുതൽ എനിക്ക് അച്ചായനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അപ്പുറത്തൊരു പോർക്കിന് ഓർമ്മ വരും. അച്ചായനായിട്ടൊന്നും ഉള്ളതുകൊണ്ടല്ല കേട്ടോ, എനിക്കെന്തോ പോർക്കനെ കണ്ട അങ്ങനെ തോന്നിപ്പോവും. അത് പോട്ടെ. അപ്പോൾ അച്ചായൻ്റെ പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്. അച്ചായൻ പല കണ്ടുപിടുത്തങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതായത് അച്ചായൻ പണ്ട് ഈ ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നതോടുകൂടി ഖത്തർ ഇല്ലാണ്ടായി പോകും, ഖത്തർ മറ്റേ കുളത്തിൽ മുങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വമ്പൻ പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു അച്ചായൻ്റെ. അന്ന് മുതൽ അച്ചായനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ചായൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റേ എന്തും നടക്കുകയുള്ളൂ. പിന്നെ അച്ചായനായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നമ്മുടെ BJP വൻ ഭൂരിപക്ഷത്തിൽ അങ്ങോട്ട് വിജയിപ്പിച്ചിരുന്നു. അതും കൂടെ കേട്ടോടുകൂടി പിന്നെ അച്ചായൻ എന്താണോ പറഞ്ഞത് അതിന് നേരെ തിരിച്ച് പറഞ്ഞ അച്ചട്ടാന്നാണ് പറയാം. അപ്പം നമ്മുടെ ഈ നമ്മുടെ അച്ചായൻ പുതിയ കുറച്ച് കണ്ടുപിടുത്തങ്ങളായിട്ട് വന്നിട്ട് നമുക്ക് കേട്ടുനോക്കാം. ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ ക്രൈസ്തവർക്കും അവർ വർക്ക് വിസ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അവർക്ക് വേറെ എവിടെയും പോയി വർക്ക് വിസ ചെയ്തുകൂടായി? നോർമലായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അവർ മുസ്ലിങ്ങൾക്ക് വർക്ക് വിസ കൊടുക്കും. ഇതാണ് അച്ചായൻ ഇങ്ങനെ. അച്ചായൻ്റെ ഒരു പരിപാടി ഉണ്ട്. അച്ചായൻ പണ്ട് എന്തോ കിണ്ണം കട്ടെന്ന് വിചാരിച്ചിട്ട് അച്ചായൻ്റെ വിചാരം എപ്പോഴും ആ കിട്ട കിണ്ണം ആ കട്ട കിണ്ണം അച്ചായൻ്റെ തലയിൽ ഇരുന്ന അങ്ങോട്ട് അടിച്ച് വിടുക ചെയ്യുക. അച്ചായൻ ഈ മറ്റേ സംഘികളെ ആസനം നക്കി കിട്ടുന്ന പിച്ചക്കാശും കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലോകം ചുറ്റില്ല, ഇവിടെ നാട്ടിലൊന്നുമില്ല. അമേരിക്കയിൽ എവിടെ പോയി ഇരുന്നിട്ടാണ് ഈ തള്ളു മൊത്തം അച്ചായൻ തള്ളുക. അപ്പോൾ പുതിയതായിട്ട് അച്ചായൻ തള്ളിയതാണ് ഖത്തറിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വർക്ക് വിസ കൊടുക്കുന്നുള്ളൂ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഖത്തർ ഗവൺമെൻറ് അൺഒഫീഷ്യലി അൺഡിക്ലെയർഡ്ലി വർക്ക് വിസ കൊടുക്കുന്നില്ല എന്ന് അച്ചായനോട് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാണ് അച്ചായനോട് എല്ലാവരും എല്ലാം പറയും. അച്ചായനോട് നേരിട്ട് മറ്റേ ട്രംപൊക്കെ ഉണ്ടല്ലോ നേരിട്ട് സംസാരിക്കാറുന്നാണ്. അതായത് മോദിജിനോട് പറയേണ്ട കാര്യം വരെ അച്ചായനോട് പറയേണ്ട, അച്ചായനാണ് ഇപ്പോൾ മോദിജിയോട് കാര്യം പറയുന്നതെന്നാ. അച്ചായന് ഭയങ്കര പിടിപാടാന്നാ. എവിടെയാണോ പിടിപാട് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണല്ലോ അച്ചായൻ ഭയങ്കര സംഭവം. ഇനി അച്ചായൻ പറഞ്ഞ ബാക്കി കാര്യം കൂടെ കേട്ടോ. എന്താണ് ഖത്തർ ഇങ്ങനെ ചെയ്യുന്നതല്ലേ? ഖത്തർ എന്താണ് ഹിന്ദുക്കൾക്ക് വിസ കൊടുക്കാത്തത്? അച്ചായൻ പറഞ്ഞുതരും. അച്ചായനോട് നേരിട്ട് അമീർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒഫീഷ്യലി ഡിക്ലെയർഡ് അല്ല, പക്ഷെ അൺഡിക്ലെയർഡ് ആയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ്. കഴിഞ്ഞ 6-7 മാസം മറ്റേ ആ നേവൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ അതിനുശേഷമാണ് ഖത്തർ ഗവൺമെൻറ് അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മാസമായിട്ട്. അവിടെയുള്ള പല ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരോട് ചോദിച്ചറിഞ്ഞു, ഇത് സംഭവം സത്യം തന്നെയാണ്. അത് കറക്റ്റാ. അച്ചായൻ ചോദിച്ചറിഞ്ഞത് മോദിജിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും അച്ചായൻ്റെ ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ടെലിഗ്രാം യൂണിവേഴ്സിറ്റി ആണോ എനിക്ക് വലിയ ഉറപ്പില്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കുത്തുപരിപാടികളൊക്കെ അച്ചായന് ഭയങ്കര അച്ചട്ടാണ്. ആ പറഞ്ഞതിന് നേരെ വിപരീതം നമ്മളങ്ങ് ചിന്തിച്ചാൽ മതി. അച്ചായൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഈ പറഞ്ഞ ഖത്തറിൽ. ഇവരെ വിളിച്ചു നോക്കിയപ്പം ഏത് വൃത്തികെട്ട ചെറ്റ ആണ് ഈ പറഞ്ഞതെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ചെറ്റൊന്നും അല്ല കേട്ടോ, അച്ചായൻ പ്രോക്കച്ചായ എന്ന് വിളിക്കാം. പ്രോക്കച്ചായം പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ ഏതായി പ്രോക്കച്ചായ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ന അച്ചായൻ പറഞ്ഞ ആ അച്ചായൻ്റെ 32 പല്ലം അങ്ങ് അടിച്ച് താത്തിട്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റൂല മോനെ, അച്ചായൻ അങ്ങ് അമേരിക്കയിലൂടെ കിടക്കുക, എനിക്ക് അവിടെ പോയിട്ട് അടിക്കാനൊക്കെ പറ്റുമോ? പിന്നെ സംഘികളുടെ കൺകണ്ട ദൈവമാണ് അച്ചായൻ, അന്ന വിട്ടേക്കാനും പറഞ്ഞു. അപ്പോൾ അച്ചായൻ പറഞ്ഞ ഈ നാടേതാ അറിയില്ല, എന്നാലും അച്ചായൻ ബാക്കി പറഞ്ഞ കൂടെ കേട്ടു നമുക്ക്. അതായത് ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റിക്കിടയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന അൺഒഫീഷ്യലായിട്ടുള്ള ഇത് തന്നെ ഞാനും പറഞ്ഞത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഒരു ചെറ്റ വർത്താനം പറയുന്ന വെറും പ്രോക്കാണ്, പോർക്കല്ല, തെറ്റിക്കരുത്. പ്രോക്കച്ചായൻ അങ്ങ് അമേരിക്കയിൽ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, മൂത്രം തുള്ളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചായൻ. ഈ നാട്ടിലെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുക.
എങ്കിലല്ലേ അച്ചായന് ആസനം നക്കിൻ്റെ പൈസ കിട്ടുള്ളൂ. ഫണ്ട് കിട്ടിയെങ്കിലല്ലേ അച്ചായന് ലോകം ചുറ്റാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അച്ചായൻ അതിനുള്ള സകല വേലകളും അങ്ങ് അമേരിക്കയിൽ ഇരുന്നിട്ട് അച്ചായൻ തുപ്പുന്നുണ്ട്. വളിയായിട്ടും ചാണകമായിട്ടും അച്ചായൻ തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയൂടെ കേൾക്കുക അച്ചായൻ എന്താണോ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ പണിയരന്ന് മേടിക്കും ഖത്തർ. ശരിക്കും ഒന്നാമത് അമേരിക്ക കറക്റ്റാണ് അച്ചായ. താൻ പണിയരന്ന് വാങ്ങിക്കും. താൻ ചിലച്ച് അവസാനം പച്ച വെള്ളം കിട്ടാണ്ട് ചെറ്റയായിട്ട് ജീവിച്ച് ചാവണ്ടി വരും അച്ചായ. താൻ അങ്ങോട്ടാണ് പോകണത്. താൻ പണി എരന്ന് വാങ്ങിക്കും. എൻ്റെ പൊന്നു പോർക്കെ പൊന്നു പ്രോക്കെ. ഇതൊരു ശരിക്കും പേടിച്ചു പോയി. ഇപ്പോഴും ഇന്ത്യയോടെ കാണിക്കുന്നത് കേരളത്തിൽ എനിക്കൊന്നും കുറച്ച് സുഡാപ്പികളെല്ലാം കൂടെ ചേർന്ന് കൊടുത്ത സംഭവത്തിലാണ് അവിടെ ജോലി ചെയ്യുന്ന അതായത് അവിടെ ബിസിനസ്സും ജോലിയൊക്കെ ചെയ്ത് വളരെയധികം ഇന്ത്യക്കാരും മലയാളികളും ഉണ്ട്. അപ്പം അതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ കൊടുക്കത്തില്ല. അതായത് ഇന്ത്യയുടെ ചില ഡെവലപ്മെൻറ്റും ഇവിടെ മോദിയുടെ ഭരണവും അതായത് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ മോശമായ സംഭവം ഉണ്ടാക്കുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ ചെയ്ത പരിപാടി. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന സംഭവം ഇതൊന്നും ആയിരിക്കത്തില്ല. ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഖത്തർ തന്നെ ശരിക്കും ഈ യുദ്ധവും ഒന്നും അല്ല, ഇവന്മാരെ ഇൻ്റർനാഷണലി അങ്ങ് ഒതുക്കാം. മൊത്തം GCC കൺട്രി അമേരിക്ക സകലമാന ഇൻ്റർനാഷണൽ അങ്ങോട്ട് ഒതുക്കാൻ നോക്കിയിട്ടും ഖത്തർ ഒതുങ്ങിയില്ല. അതിനുശേഷം അവിടെ ലോകകപ്പും വന്നു. ഖത്തർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അച്ചായൻ്റെ ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുസ്ലിങ്ങൾ നന്നാകുമ്പോൾ ഈ പറഞ്ഞ പരട്ട അച്ചായൻ അങ്ങ് ചൊറിയും, ആസനത്ത് ചൊറിയും. അപ്പോൾ അച്ചായൻ സംഘികൾക്ക് ആസനം വെച്ച് കൊടുക്കും. അങ്ങനെയാണ് അച്ചായൻ ചൊറി മാറ്റാറ് സ്ഥിരം. ഇപ്പം അച്ചായൻ തിരിച്ച് സംഘികളുടെ ആസനത്തിൽ ചൊറി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അരി വാങ്ങിക്കണമെങ്കിൽ ലോകം ചുറ്റണമെങ്കിൽ അച്ചായനെ സംഘികളെ സുഖിപ്പിച്ചേ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഖത്തറിൽ നല്ല അച്ചായ. ഈ പറഞ്ഞ ഖത്തറിലും UAE-യിലും ഈ പറഞ്ഞ സൗദിയിലും ഈ പറഞ്ഞ ബഹ്റൈനിലും കുവൈറ്റിലൊക്കെ ചില സമയത്ത് വിസ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അത് മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നൊന്നുമല്ല, പല കാരണങ്ങളാണ്. അതിലൊരു മതം ഒരു സംഭവങ്ങളും എവിടെ ഉണ്ടാവാറില്ല. തനിക്കൊരു കാര്യം അച്ചായ, ഈ പറഞ്ഞ UAE-യിൽ മുസ്ലിം കൺട്രിയിലെ അവിടെ ഇറാനികൾക്കും ഇറാഖികൾക്കും ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും ഇപ്പോൾ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് മുസ്ലിം കൺട്രീസ് അല്ലേ, എന്തുകൊണ്ടാണ് ഇവരൊന്നും അങ്ങോട്ട് എടുക്കാത്തത്? ചില സാങ്കേതിക പല പരിപാടികളും കാരണങ്ങളാൽ ചില സമയത്ത് വിസ അലോട്ട് ചെയ്യാറില്ല. അത് തനിക്ക് അറിയില്ല. താൻ പണ്ടത്തെ എന്തോ വലിയ കൊണാൻഡറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊണാൻഡറിലെ മണി തൂങ്ങി പിടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. പൊന്ന് പ്രോക്കച്ചായ അത് മനസ്സിലാക്കണം അച്ചായൻ. അച്ചായൻ വെറും തള്ള അച്ചായ. അച്ചായൻ ഒന്നും ഒഫീഷ്യലി പറയില്ല, അൺഒഫീഷ്യലി അൺഡിക്ലെയർഡ്. ഞാൻ അവിടെ വിളിച്ചു, ഞാൻ ഒബാമനെ വിളിച്ചു, ഞാൻ ട്രംപിനെ വിളിച്ചു, ഞാൻ ജോ ബൈഡനെ വിളിച്ചു, ഞാൻ നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ചു. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പുറത്തോട്ട് ആരും പറയരുത്. ഇതാണ് അച്ചായൻ്റെ ഒരു സ്റ്റാൻഡ്. അച്ചായൻ ഒന്നും വിട്ടു പറയില്ല. പക്ഷെ കൊണ്ണത്തരം മാത്രമേ അച്ചായൻ പറയുള്ളൂ. അച്ചായൻ്റെ വായി നീ പറഞ്ഞ ചെറ്റത്തരം മാത്രമേ വരുള്ളൂ. അതാണ് രസം. എന്താണെങ്കിലും ഇപ്പം അച്ചായൻ പറഞ്ഞ് ഖത്തറെങ്ങാനും അച്ചായൻ മുങ്ങിപ്പോവോ കുളത്തിൽ? അച്ചായൻ ബാക്കി പറ. ഇവരിൽ ഇഷ്ടംപോലെ പണമുണ്ട്, ഗ്യാസ് വിറ്റും. ഇന്ത്യയാണ് ഏറ്റവും അതിൻ്റെ ലോകത്ത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ജപ്പാനും സൗത്ത് കൊറിയയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ LNG അതായത് ലിക്വിഫൈഡ് ഗ്യാസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം. കാരണം എനർജി നീഡ്സാണ് ഇന്ത്യയിൽ. നമ്മൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഏകദേശം 78-80 ബില്യൻ്റെയാണ് പുതിയ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്, 47 വരെ. എൻ്റെ പൊന്നച്ചായ, അച്ചായനൊന്നും പറഞ്ഞ് മോദിനോട് പറഞ്ഞ ഡീലൊന്നും ക്യാൻസൽ ചെയ്യിപ്പിക്കരുത് പ്ലീസ്. ഖത്തർ ജീവിച്ചു പൊക്കോട്ടെ. അച്ചായൻ്റെ കനിവിലാണ് ഖത്തർ ഇപ്പോൾ ജീവിക്കുന്നത്. പ്ലീസ് ആ ഡീലൊന്നും പ്ലീസ് അച്ചായ മോദിയുടെ ഒന്നും പറഞ്ഞിട്ടൊന്നും പ്രശ്നമാക്കരുത്. പാവങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ. ആ രാജ്യങ്ങൾ പൊക്കോട്ടെ. അച്ചായനങ്ങ് വിട്ടേക്ക്. അച്ചായൻ വലിയ ആളല്ലേ. ഖത്തറൊക്കെ വിടച്ച് ഊച്ചാളി രാജ്യം. അച്ചായൻ്റെ മുമ്പിൽ, അച്ചായൻ്റെ അസനത്തിന് മുമ്പിൽ ഖത്തറൊന്നും ഒന്നുമല്ല അച്ചായ. ഡീലാണ്. അപ്പം മോദി വളരെ പ്രോ ആക്റ്റീവായിട്ടാണ് ഖത്തറുമായിട്ടും അറേബ്യൻ രാജ്യങ്ങളോടും അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മോദിക്ക് അവിടെയൊക്കെ പോയിട്ട് അമ്പലം കുത്താൻ പറ്റുന്നത്. ഈ പറഞ്ഞ ഖത്തറും UAE-യും കുവൈറ്റും ഇവരൊക്കെ മോദിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? മോദിജി അവിടെ പോയിട്ട് മഹാ അപരാധങ്ങളാണ് പറയുന്നത്. മതസൗഹാർദ്ദം, ഇന്ത്യയിലെ മതസൗഹാർദ്ദം അവിടെ പോയി വിളമ്പും. അവർ സ്ഥലം കൊടുക്കും അമ്പലം വെക്കാൻ. അങ്ങനെയാണല്ലോ മോദിജി നിന്ന് പോകുന്നത്. അതുകൊണ്ട് അച്ഛൻ അമ്മാതിരി തള്ളൊന്നും ഇങ്ങോട്ട് തള്ളരുത് കേട്ടോ. അച്ഛൻ ചാണം തിന്നോ, തുപ്പണ്ട ബാക്കിയുള്ളവരെ മേലോട്ട്. മിഡിൽ ഈസ്റ്റിലെ UAE ആയിട്ടും സൗദി അറേബ്യ ആയിട്ടും ഉണ്ടാക്കി. ഇപ്പം മോദി ഇപ്പം ഇവിടെ പോവുകയാണ്, അതായത് കുവൈറ്റിൽ പോവുകയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. ഈ ഖത്തർ അഡ്മിനിസ്ട്രേഷനായിട്ട് ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഒരു സംഭവം.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഴയ ഇരുന്ന പോലെ ഒരു പ്രധാനമന്ത്രി അല്ല. അത് കറക്റ്റാ. പണ്ടത്തെ പ്രധാനമന്ത്രിമാരും തമ്മ് തല്ലിക്കാനും അമ്പലം പൊളിക്കാനും പള്ളി മാന്താനും ഇപ്പറഞ്ഞ പരിപാടിക്കൊന്നും പോവാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ മാത്രമേ അതിന് പോയിട്ടുള്ളൂ. അത് കറക്റ്റാണ് അച്ചായൻ പറഞ്ഞത്. അച്ചായന് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞാളൂ. അച്ചായൻ അറിയാണ്ട് തുപ്പുന്നത് ചാണകം ഈ പറഞ്ഞ സംഖ്യകളെ മുഖത്തെ കയ്പുണ്ട് ഇടക്ക്. അതൊക്കെ കറക്റ്റാ. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ രാജ്യങ്ങളിലും പോകുന്നയാളാണ്. അതായത് ഇന്ത്യ എന്തൊരു പവർഫുൾ നേഷനാണ്. ഖത്തർ എന്ന് പറഞ്ഞാൽ ഒരു പൂനെ പോലെ ഒരു ചെറിയ രാജ്യം കിടക്കുന്നൊരു കണാകുണ രാജ്യമൊന്നും അല്ല. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ നരേന്ദ്രമോദി, ഈ എല്ലാ രാജ്യത്തും പോകുമ്പോൾ ഇന്ത്യക്കാരെ കാണും. ഡയസ്പോറ ഉണ്ട് വലിയ ഭയങ്കരമായിട്ടുള്ള. അപ്പം ഇദ്ദേഹം അവിടുത്തെ ഡിപ്ലോമാറ്റ്സുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ഡിസിഷൻ, അതായത് ഓഫ് ദി റെക്കോർഡ് ഓൺ ദി റെക്കോർഡും പറയുന്നൊരു സംഭവമുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യക്കാരൻ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ രാജ്യത്തെ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇന്ത്യക്കാരൻ. പക്ഷേ അവർക്കെതിരെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളോ അവിടുത്തെ ഭരണാധികാരികളോ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ ടോളറേറ്റ് ചെയ്തില്ല. അതായത് അമേരിക്കൻ സിറ്റിസൺ എവിടെയെങ്കിലും പോകും, അതേപോലെയുള്ള സംഭവം ഇന്ത്യൻ സിറ്റിസൻ്റെ പ്രൈഡ് ഉണ്ടാക്കി തന്ന ഒരാളാണ് നരേന്ദ്രമോദി. ഇപ്പം ഖത്തർ ഇപ്പം വില കുറച്ച് ഗ്യാസ് കൊടുത്തതിൻ്റെ പേര് കോപ്പ ഉണ്ടാകുമ്പോൾ വേണ്ടാന്ന് നോക്കി ഇന്ത്യ വേറെ രാജ്യത്തു നിന്ന് എടുക്കും. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യക്കാരനെ മോശമായ രീതിയിൽ, അതായത് ഡിസ്ക്രിമിനേഷൻ ചിത്രീകരിക്കുന്ന രീതിയിൽ ഖത്തർ തുടർന്നാൽ ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും. ഖത്തർ എന്ന് പറഞ്ഞൊരു ഡൂക്കിലെ രാജ്യമൊന്നുമല്ല ഇന്ത്യ. അത് ആദ്യം മനസ്സിലാക്കണം. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഖത്തറിനെ സഹായിച്ചത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ട്രംപ് നേരിട്ട് നമ്മുടെ പ്രോക്കച്ചായൻ്റെ കൂടെയാണ് സൗഹൃദം എന്നുള്ളത്. ട്രംപ് തീർത്ത് കളയും. അച്ചായനോടാ പറഞ്ഞത്, വേറെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അച്ചായനോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു ട്രംപ്, ഞാൻ തീർത്ത് രജ്ജി ബേജാറാവണ്ട, ഇജ്ജ് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നോ, ഞാനിപ്പോൾ ബോംബിടും, അപ്പം നീ വീഡിയോ ചെയ്തോന്നാ പറഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും കൂടെ കൈയടിക്കണം. അച്ചായൻ്റെ പവർ എന്താണെന്ന് നിങ്ങളെ വിചാരം? അച്ചായൻ ഈ കാണുന്ന പോലെ പ്രോക്കനെ പോലെ നിൽക്കുന്നോ നിങ്ങൾ നോക്കണ്ട. അച്ഛൻ വലിയ സംഭവമാണ്. ഇങ്ങനെ വന്നിട്ട് ചാണകം തൂറാൻ ഈ പറഞ്ഞ ഈ വൃത്തികെട്ട ചെറ്റക്കേ പറ്റുള്ളൂ. അതൊരു സത്യം. അതായത് സംഖ്യകളുടെ ആസനം നക്കി കിട്ടുന്ന പൈസ എല്ലാം കൂടെ വാരി ലോകം ചുറ്റാൻ ഈ പറഞ്ഞ മരവാണം ആ പറഞ്ഞ വാഴക്കേ പറ്റുള്ളൂ. എന്താണ് അച്ചായനത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം അച്ചായനെ കൊണ്ടേ പറ്റുള്ളൂ. അച്ചായൻ പണ്ട് ലോകകപ്പ്, ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞല്ലോ, അച്ചായൻ ലോകകപ്പോടുകൂടി ഖത്തറിനെ ഇല്ലാണ്ടാക്കി. പാലക്കാട് BJP സ്ഥാനാർത്ഥിനെ ജയിപ്പിച്ച്. അതുപോലെ നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ മോദിജിക്ക് 400 സീറ്റൊക്കെ അച്ചായൻ അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുകയായിരുന്നു. അച്ചായൻ ഉറപ്പ് കൊടുത്തോടുകൂടി ബാക്കിയുള്ളവർ സന്തോഷം. അച്ചായൻ പറഞ്ഞതിൻ്റെ വിപരീതം നടക്കില്ല, അപ്പം നമുക്ക് സമാധാനം. അപ്പം അങ്ങനെ അച്ചായൻ്റെ വീഡിയോ ഒന്ന് പോയി കാണുക. അച്ചായൻ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളങ്ങ് ചിന്തിച്ചോളാം. നിങ്ങളുടെ കാര്യം സുലാൻ ഈസി അച്ചട്ടായി പിന്നെ കേട്ടോ. എന്തായാലും അച്ചായൻ്റെ അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട്. നല്ല രസം. അച്ഛൻ്റെ വീഡിയോ നിങ്ങൾ കിട്ടുമൊക്കെ ഭയങ്കര രസം കേൾക്കാൻ. ഫുള്ള് കോമഡിയാണ്, പച്ച കള്ളത്തരം, കണ്ണടച്ച് കളവ് പറഞ്ഞ അച്ചായൻ. കൊള്ളാം. അച്ചായൻ ഏതായാലും കൃസംഗി എന്നൊന്നും പറയാൻ പറ്റില്ല അച്ചായന്. അപ്പം പണ്ടേതാ സംഖ്യക്ക് എന്തേ ആവട്ടെ പോട്ടെ. അപ്പം നമ്മുടെ അച്ചായൻ്റെ വീഡിയോസ് നമുക്ക് കൂടുതൽ ഇനിയും കാണേണ്ടി വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ചായൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണേ അച്ചായൻ്റെ.